പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാലക്കാട് നിന്ന് ബ്രദർ സൈമൻ വടക്കൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹ ആശംസകൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠാകുലരാണ്. കാരണം എന്താ അറിയാമോ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രോഗത്തെക്കുറിച്ച്, സാമ്പത്തിക കടബാധ്യതയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, വീടില്ലായ്മയെക്കുറിച്ച്, ജോലിയില്ലായ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെൻഷൻസ്, അങ്ങനെ പല കാര്യത്തിലും നമ്മൾ ഉത്കണ്ഠാകുലരാണ്. ഈ ഉത്കണ്ഠകൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് നടക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മളിൽ പലരും രോഗികൾ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ കടന്ന് അക്രമമാർഗങ്ങളിൽ തിരിയുന്നവർ, അങ്ങനെ പലതര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നിന്റെ ശരീരം രോഗം ഏറ്റെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമാകും. അത് കണ്ടുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലൂടെ. എന്താണത്? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകരെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അഹങ്കാരം വെടിഞ്ഞ് എളിമയോടുകൂടെ ആയിരിക്കുക. 2, ദൈവത്തിൻ്റെ കരം ശക്തമാണെന്നും ആ കരത്തിൻ കീഴിൽ ഞാൻ സുരക്ഷിതനാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. 3-ാമത്തെ കാര്യം, നമ്മൾ നേരിടുന്ന പ്രശ്നം സ്വയം ഏറ്റെടുക്കാതെ അത് കർത്താവിന് വിട്ടുകൊടുക്കണം, ഏൽപ്പിക്കണം. 4-ാമത്തെ കാര്യം, കർത്താവിന് അത് ചെയ്യാൻ കഴിയും എന്നുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത്രത്തോളം ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.